പ്രിയമുള്ളവരെ, കേരളത്തിലെ കരിസ്മാറ്റിക് സുവിശേഷ പ്രഘോഷണ രംഗത്ത് എടുത്തു പറയേണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് റെവറൻഡ് ഫാദർ ജോസ് ഉപ്പാണി. ഞങ്ങളെല്ലാം ഉപ്പാണിയച്ചൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ചിറ്റൂരത്തെ ഉപ്പാണിയച്ചൻ. അച്ഛൻ ഇന്ന് നമ്മളുടെ കൂടെയുണ്ട്. അച്ഛാ, സ്വാഗതം. കേരള കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിച്ച അച്ഛനാണ് ഉപ്പാണിയച്ചൻ. അച്ഛൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഒന്ന് പങ്കുവച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. വളരെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പോണി. എനിക്ക് വൈദികനാകണം എന്നൊരു വലിയ ആഗ്രഹം ഏതാണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ കർത്താവിൻ്റെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. ഞങ്ങൾ 4 മക്കളാണ്, ഞാനാണ് ഇളയത്, ഞാൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അമ്മയെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാൻ എനിക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അച്ഛന് ഏക ആൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് എന്നെ ആരും, ഞാനൊരു സെമിനാരിൽ ചെന്ന് എന്നെ തള്ളിക്കളഞ്ഞു ഒറ്റ കാരണത്താൽ. പക്ഷേ അത്ഭുതകരമായി എൻ്റെ വികാരിച്ചൻ എന്നെ എറണാകുളത്ത് രൂപതയിൽ ചേർക്കാനായിട്ട് ഒരു കാരണമായി. പാറക്കാട്ടെ പിതാവ് എന്നെ സെമിനാരിയെ സ്വീകരിച്ചു. അച്ഛനാകുന്നതിന് മുമ്പ് ഒരുപാട് ശാരീരികമായ പീഡകളിലൂടെ കടന്നു പോയിരുന്നു. അതെ, എന്തായിരുന്നു അത്? അതെനിക്ക് ഉദരസംബന്ധമായ അസുഖമായിരുന്നു. അതായത് ഒരു വയറിന് വേദന ആരംഭിച്ചാൽ ഒരു 3-4 മണിക്കൂർ പമ്പരം കറക്കുന്ന പോലെ കറങ്ങിക്കൊണ്ടി, കഠിനമായ വേദനയിൽ സഹിക്കാൻ പറ്റാത്ത വേദന. അവസാനം ഈ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരു മേജർ സർജറി പ്ലാൻ ചെയ്തു. പക്ഷെ അന്നത്തെ എൻ്റെ വികാരിച്ചൻ വന്നത് തടസ്സപ്പെടുത്തി എന്നെ കോട്ടയം മെഡിക്കൽ കൊണ്ടുപോയി. അവിടെ വെച്ച് രോഗം നിർണ്ണയിച്ച് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിരുന്നു. അതിന് പക്ഷെ 4 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചു. ചുരുക്കത്തിൽ ഒരു 9 കൊല്ലത്തേക്ക് നിത്യരോഗം തന്നെയായിരുന്നു. അത് ഏകദേശം ഏത് പ്രായത്തിലായിരിക്കും? അത് 15-16 വയസ്സ് മുതൽ ഏതാണ്ട് പട്ടം കിട്ടുന്ന സമയം വരെ. അപ്പോൾ യൗവനത്തിൽ ഒരു ശാരീരികമായ പീഡകളിലൂടെ കടന്നുപോയിട്ടാണ് അതെ പട്ടത്തിലേക്ക് വരുന്നത്. സാധാരണ എത്രയും രോഗമുള്ളവരെ പിന്നെ സെമിനാർ നിർത്തുകയല്ല, തിരിച്ചു വിടും. അതെ. പക്ഷെ എന്നെ ദൈവം അവിടെ സംരക്ഷിച്ച് പരിപാലിച്ചു, അവിടെ നിലനിർത്തി അല്ലേ? അച്ഛനായതിനു ശേഷം ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അച്ഛൻ ശരിക്കും ഇടവക വൈദികനാണല്ലോ. അതെ, ഞാൻ ഇടവകയിലാണ് ആദ്യകാല സേവനം ചെയ്തത്. പക്ഷെ എനിക്ക് കരിസ്മാറ്റിക് ധ്യാന ശുശ്രൂഷ ഒരു വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ഇടുന്ന ഇടവകളിലെല്ലാം വലിയ വലിയ ധ്യാനങ്ങളൊക്കെ ധ്യാനഗുരുക്കന്മാരെ കൊണ്ട് ധ്യാനം നടത്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വലിയ താല്പര്യമായിരുന്നു. പിന്നീട് ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് ഞാൻ വരാൻ കാരണവും രോഗം ഒരിടയ്ക്ക് കണ്ടമാനം മൂർച്ഛിച്ചു. ഞാൻ വീട് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഞാൻ ഫെയിന്റ് ചെയ്ത് താഴെ വീണു. അത് ഈ അസുഖം തന്നെയായിരുന്നു. അത് ആദ്യം എന്താണെന്ന് തോന്നുന്നു. എന്നാൽ എന്നെ ചേർത്തല ഗ്രീൻ ഗാർഡൻസിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് 12 ദിവസം ഇവിടെ കിടന്നിട്ടും രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു അവസാനത്തെ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ ആയിട്ടും പറ്റിയില്ല. അവസാനം പിന്നെ ഞാൻ മരിക്കാറായെന്ന് വിചാരിച്ച് ഞാൻ കോട്ടയിൽ പോയി ഒരു ധ്യാനം പ്രാർത്ഥിച്ച് ഒരുങ്ങി മരിക്കാന്ന് കരുതി. അവിടെ വെച്ചാണ് കർത്താവ് എന്നെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് പിന്നീട് ഞാൻ ഇടവക വന്ന ശേഷം ചെറിയ ചെറിയ ധ്യാനങ്ങളൊക്കെ നടത്താനായിട്ട് തുടങ്ങി. ആ ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങിയത് കൊണ്ട് അസുഖം പോയി. ഈ പറയുന്ന അസുഖങ്ങളെല്ലാം അവസാനിച്ചു. ഈ ധ്യാന ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അസുഖങ്ങളെല്ലാം വളരെ അത്ഭുതകരമായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വചനം നമ്മളെ സുഖപ്പെടുത്തുകയാണ്, വചനം പറയുന്നത് നമുക്കും വചന സൗഖ്യം തരും എന്ന് നന്നായിട്ട് ബോധ്യം വന്നു. അച്ഛൻ്റെ ഈ ധ്യാന ശുശ്രൂഷകളിൽ മരിയ പ്രബോധനങ്ങളും മരിയ ഭക്തിയും വളരെ സ്ട്രോങ് ആണ്. അതിന്റെ പിന്നിലുള്ള കാര്യം? അതിന്റെ പിന്നിൽ ഞാൻ മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ റൈറ്റിംഗ്സ് വായിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, യേശുക്രിസ്തു വേണ്ട വിധം പ്രഘോഷിക്കപ്പെടാത്തതിന്റെ കാരണം മറിയം വേണ്ടവണ്ണം പ്രഘോഷിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹം മാത്രമല്ല, സെയിന്റ് ജോൺ ഹെൻറി ന്യൂമാനും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോൺ ഹെൻറി ന്യൂമാനാണ് 2ാമത്തെ കസോണോസിന്റെ തിയോളജിയുടെ എല്ലാം ഒരു മാസ്റ്റർ ബ്രെയിൻ അദ്ദേഹമായിരുന്നു. ഭയങ്കര തിയോളജിയനായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, കർത്താവ് രക്ഷ ആരംഭിക്കുന്ന ഇവിടുന്ന മറിയത്തെ ആദ്യം അയച്ചു അമലോത്ഭവയായി ഈ പുത്രനെ ജനിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഈ മിശിഹായിലല്ല, ഉൽപ്പത്തി 3:15 അത് തന്നെ പറയും, നീയും സ്ത്രീയും തമ്മിലും ശത്രുത ഉളവാക്കും.
പക്ഷേ ഈശോയുമായിട്ടുള്ള ശത്രുത, സാത്താനായിട്ട് ശത്രുത പിന്നെ സെക്കൻഡ് സ്റ്റേജിലാണ്. ഫസ്റ്റ് സ്റ്റേജിലും മറിയവും തമ്മിലാണ്. അപ്പോൾ അതുകൊണ്ട് മാതാവിനെ നമ്മൾ ശരിയായ പ്രഘോഷിച്ചാൽ അതാണ് ശരിയായ സുവിശേഷ പ്രഘോഷ രീതി എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, അത് വലിയൊരു തിരിച്ചറിവാണ്. മാതാവിനെ പ്രഘോഷിക്കുമ്പോഴാണ് ക്രിസ്തു കൂടുതൽ പ്രഘോഷിക്കപ്പെടുന്നത്. അത് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട്. ലൂമൻ ജൻസി എന്ന ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്, മറിയ ഭക്തിയുടെ ഉദ്ദേശം മറിയം പ്രഘോഷിക്കപ്പെടുന്നതോടൊപ്പം പുത്രൻ കൂടുതൽ സ്നേഹിക്കപ്പെടുകയും കൂടുതൽ ബഹുമാനിക്കപ്പെടുകയും കൂടുതൽ ആരാധിക്കപ്പെടുകയും ചെയ്യേണ്ടതിനാണ് എന്ന് ലൂമൻ ജൻസി എന്ന ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ധ്യാനങ്ങളിലെല്ലാം മരിയ ഭക്തി. അന്ന് ഇതൊന്നും ഓർത്തോണ്ടൊന്നുമില്ല, ഇങ്ങനെ വന്നപ്പോ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നി ഇതിലേക്ക് പരിശുദ്ധാത്മാവ് അങ്ങനെ അയച്ചല്ല, നമ്മൾ മനഃപൂർവ്വം അങ്ങനെ കൊണ്ടുവന്നതല്ല, അങ്ങനെയാണ് നയിക്കപ്പെട്ടത്. പിന്നെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്റെ തിയോളജി മനസ്സിലായി. ഞാൻ അച്ഛൻ്റെ യുവജന ധ്യാനം കൂടിയാണ് നവീകരണത്തിലേക്ക് വരുന്നത് എൻ്റെ 19ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അച്ഛനൊരു പ്രധാനപ്പെട്ട ആളാണ് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റു ധ്യാനങ്ങൾ കൂടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അച്ഛൻ ഈ വിശുദ്ധി, പ്രത്യേകിച്ച് ശാരീരികമായ വിശുദ്ധിയെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു വൈദികനാണ്. അതൊക്കെ ആ പ്രായത്തിൽ എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് പ്രചോദിപ്പിക്കുന്ന എന്താ ഈ ശാരീരിക വിശുദ്ധി? ഇപ്പോഴാണെങ്കിലും അച്ഛൻ്റെ യുവജന ധ്യാനങ്ങളിൽ അത് ഒരു പ്രധാനപ്പെട്ട സെഷനാണ്. അതെ അതെ, അതിനെക്കുറിച്ച് ഒന്ന് പങ്കു. എനിക്ക് മനസ്സിലായത് യുവജനങ്ങൾ ഏറ്റവും അധികം ദാഹിക്കുന്നത് അതിനു വേണ്ടിയാണ്. കാര്യം യുവജനങ്ങൾ വളരെ പെട്ടെന്ന് വീഴുന്നൊരു മേഖല ഏതാണെങ്കിലും അവർ കൊതിക്കുന്നുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും കരകയറാനായിട്ട്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതായത് വീണു പോകുന്ന കാര്യം ഇതാണെങ്കിലും അവർ ദാഹിക്കുന്നത് ഈ ഒരു വിശുദ്ധിക്ക് വേണ്ടി. അതാണ് കാരണം അതിലെ നമുക്കൊരു അവസാനത്തെ ഒരു സംതൃപ്തി, നമ്മുടെ യഥാർത്ഥ സമാധാനവും ശാന്തിയും അപ്പോഴേ ഉണ്ടാകുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രത എന്ന് പറയുന്ന ലൈംഗിക വിശുദ്ധിയായിരിക്കുന്നത്. അപ്പൊ അതില്ലാത്തടത്തോളം കാലം എന്തെല്ലാം ചെയ്താലേ കഴിച്ചു കെട്ടി മുഴച്ചു കെട്ടി പോലെ ഇരിക്കുകയുള്ളൂ. അപ്പൊ അല്ലെ പിന്നെ ഈ ചാലഞ്ചസ് അവർ എടുക്കുകയല്ലോ. ഇത്രയും കഠിനമായ ഒരു വിട്ടുവീഴ്ച തയ്യാറാത്ത പ്രബോധനം ഇത് കൊടുക്കുമ്പോൾ അത് ഒത്തിരി ആർത്തിയോടെയാണ് അവർ സ്വീകരിക്കുന്നത്. കാരണം അവരെ യഥാർത്ഥത്തിൽ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഞാൻ ബെനഡിക്ട് പാപ്പ പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, നമ്മൾ എപ്പോഴും പറയും സ്നേഹം കിട്ടിയാൽ തൃപ്തിയാകും. അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെയല്ല, സ്നേഹം എന്തോരം കിട്ടി തൃപ്തിയാകില്ല, സത്യം കിട്ടിയാൽ തൃപ്തിയാകും. സ്നേഹം ഇപ്പം എല്ലാവരും സ്നേഹിച്ചാൽ പറയും എന്നെ സ്നേഹിക്കുന്നില്ല. സത്യം അറിയാം, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എനിക്ക് പോകാൻ ആവശ്യമില്ല. അതതിന്റെ പൂർണ്ണതയാണ്. അതാണ് ഈശോ പറഞ്ഞത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ ഈ മനുഷ്യന്റെ ശാരീരിക വിശുദ്ധിയെ പറ്റിയുള്ള സത്യം അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്വീകരിക്കാൻ പ്രയാസമുള്ളതാണെങ്കിലും അത് അറിഞ്ഞു കഴിയുമ്പോൾ സംതൃപ്തരായി. പിന്നെ അടുത്തത് ഇതിനോടുള്ള നല്ല യുദ്ധമാണ്. പക്ഷെ അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം കിട്ടൂല. അതെ അതെ അതെ, അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ എത്രമാത്രം ഫോക്കസ് ചെയ്യുന്നത്. അതെ 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 അതെ. നവംബർ മാസം 74ാമത്തെ അബേഡിനാണ് ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ എത്തുന്നത്. ജീവിതത്തിലെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ് ഞാൻ ചിറ്റൂർ എത്തുന്നത്. അബൈഡ് ധ്യാനത്തിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സൗഖ്യം നൽകി. ടാഞ്ചിബിളായിട്ട് ഈശോയെ തൊട്ടനുഭവിക്കാവുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് അബൈഡ് നൽകിയത്. അതിനുശേഷം ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. അപ്പോഴാണ് ഉപ്പാണിയച്ചൻ അബൈഡിൽ പ്രേക്ഷിതരായിട്ട് ശുശ്രൂഷ ചെയ്യാൻ അവസരമുണ്ട് എന്ന് പറയുന്നത്. ഞാനിവിടെ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് പേര് കൊടുത്തു. ഞാനിവിടെ സ്ഥിരമായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് വരാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഞാൻ PhD മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം 1 വർഷത്തോട് അടുക്കാറാവുമ്പോൾ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വരികയും എനിക്ക് കോളേജിൽ ജോലി കിട്ടുകയും ചെയ്തു. ഈശോയ്ക്ക് മഹത്വം നൽകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഇപ്പോഴും ശുശ്രൂഷയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈശോയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് അബൈഡ് ശുശ്രൂഷകൾ വഴി എനിക്ക് മനസ്സിലാക്കാനും അനുഭവവേദ്യമാകാനും സാധിച്ചു. ഈശോയ്ക്ക് വലിയ മഹത്വം നൽകുന്ന ശുശ്രൂഷയാണ് അബൈഡ്. ഈ 1.5 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ അനേകം പേർ ഈശോയെ അനുഭവിക്കുന്നത് നേരിൽ കാണാനും അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാനും എനിക്കിടയായി. അബൈഡിലൂടെ ഈശോ
ഉപ്പാണിയച്ഛനെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നതിൽ ഞാൻ ഈശോയ്ക്ക് മഹത്വം നൽകുന്നു. അച്ഛൻ്റെ ധ്യാനങ്ങളിൽ വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകൾ അച്ഛൻ വളരെ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രചോദനം എന്താണ്? സത്യത്തിൽ അത് എങ്ങനെയാ വന്നതെന്ന് എനിക്കും അറിയത്തില്ല കൃത്യമായിട്ട്. ഞാനങ്ങ് കൽപ്പിച്ചു കൂട്ടി പ്ലാൻ ചെയ്തതല്ലത്. അല്ല അല്ല. പക്ഷെ അങ്ങനെയാണിത് വരുന്നത്. അതായത് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനപരം, വ്യാഖ്യാനപരം. ഈ ലത്തീൻ ഖുർആനിൻ്റെ വാക്കുണ്ടല്ലോ, കർത്താവെ അങ്ങൊരു വാക്ക് സംസാരിക്കുക, എൻ്റെ ആത്മാവ് സൂപ്പറാകും. അതെന്നെ വല്ലാട്ട് ടച്ച് ചെയ്ത പ്രാർത്ഥനയാണ്. ഈ പ്രവചനം എന്ന് പറയുന്നത് കർത്താവ് സംസാരിക്കുന്നതാണ്. കർത്താവിൻ്റെ സ്വന്തം വാക്ക് നേരിട്ട് കേൾക്കുകയാണ് നമ്മൾ. അതോടുകൂടിയാണ് കെട്ട കഴിഞ്ഞു പോകുന്നത്. അതുവരെ അപ്പോൾ അതിനു മുമ്പ് കുമ്പസാരം നടന്നു, കൗൺസിലിംഗ് നടന്നു, ടോക്കുകളൊക്കെ നടന്നു, ആരാധന എല്ലാം കഴിഞ്ഞിട്ടും കട്ടുകട്ടിയ കുറേ മനുഷ്യരുണ്ടാകും, പ്രത്യേക യുവജന കാലത്ത്. ഇതങ്ങ് വരുന്നതോടുകൂടി സർവ്വതും കെട്ടെല്ലാം അഴിയും. എന്തെങ്കിലുമൊക്കെ അഴിയാതിരിപ്പുണ്ടെങ്കിൽ അത് ഇതിൽ അഴിയും. മാത്രമല്ല പരസ്യമൊന്നും ഏറ്റുപറയുകൂടി നമ്മൾ കുമ്പസാരക്കൂട്ടി പോലും കേൾക്കാൻ പറയാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യം പോലും ഇത്രയും ഒരു സമൂഹത്തിൽ ഞാൻ പിശാചിന് ആരാധകനായിരുന്നു ഇത്ര വർഷങ്ങൾ. ഞാൻ പിശാചിനെ ആരാധിച്ചു ആളായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ സ്വതന്ത്രം. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പറയാനായിട്ട് പരസ്യമായിട്ട് പറയും. അത് ഈ ഒരു ശുശ്രൂഷ വഴിയാണ്. പ്രത്യേകിച്ച് ഈ പ്രവചന ശുശ്രൂഷ, അതെ, അതിലാണ് സംഭവിക്കുന്നത്. പ്രവചന അന്യഭാഷയിലായിരിക്കും കർത്താവ് സംസാരിക്കുന്നത്. അത് അപ്പൊ തന്നെ അത് പറയുന്നതല്ല, ഞങ്ങളാരുമല്ല, ടീമിലുള്ളവരല്ല, ധ്യാനം കൂടുന്ന മക്കളാ പറയുന്നത്. അവര് തന്നെയാണ് മലയാളത്തിലേക്ക് വ്യാഖ്യാനിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വാസത്തിൽ ഒരു ജ്വലനം കിട്ടും. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി പറയുന്ന അത് ശരിക്കും ഒരു ഓരോ കാലത്തിനനുസരിച്ച് രൂപപ്പെട്ട് വന്നതാണ്. അതെ 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 അതെ. അച്ഛന് പോലും അത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ അതൊരു മസ്റ്റായിട്ട് മാറി, ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറി എല്ലാ ധ്യാനങ്ങളും. ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ഉദാഹരണം, ഞാൻ മെക്സിക്കോയിൽ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ഭാഷ സ്പാനിഷ് അല്ലേ. അപ്പോൾ എനിക്കൊരു ആശങ്ക, ഇത് അവർ ട്രാൻസ്ലേറ്റ് പറയുമ്പോൾ എനിക്ക് ശരിക്കും കിട്ടുന്ന കർത്താവിൻ്റെ വാക്കല്ല വേണ്ടെന്ന് വെച്ച് ഞാൻ പള്ളിയിൽ വന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ആൾക്കാരെല്ലാം മറിഞ്ഞു വീഴുന്ന അന്യഭാഷ പ്രവചിക്കാൻ തുടങ്ങും. അപ്പം എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് മാറ്റാവുന്ന കാര്യം, കർത്താവിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന കാര്യമാണ്. ഇത് ഏത് രാജ്യത്താണ് ഇവിടെ ഞാൻ ഭാഷ കർത്താവ് അത് ആഗ്രഹിക്കുന്നത് വേണമെന്ന്. അല്ലെ പിന്നെ ഞാൻ അതിൻ്റെ എല്ലാ പ്രബോധനം ഒഴിവാക്കിയതായിരുന്നു, ശുശ്രൂഷ ഒഴിവാക്കിയതാ. അപ്പൊ കർത്താവ് ഇടപെട്ട് ഇവിടെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തീർച്ചയായിട്ടും വേണ്ടതാണ്. അത് എപ്പോഴും ആത്മാവിൽ നയിക്കപ്പെടുന്നതുകൊണ്ട് നിറവിലേക്ക് വരും. അത് കഴിയുമ്പോൾ ഒരു വ്യത്യാസം, പൂർണ്ണ നിറവിലേക്ക് വരിക. അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ യുവജനങ്ങളെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അതെ അതെ. ഇപ്പം എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ യുവജനഗാനം കൂടി, എനിക്കിപ്പം 48 വയസ്സായി. എത്ര വർഷങ്ങൾക്ക് മുമ്പേ അത് തുടങ്ങി. ഇപ്പോഴും ചിറ്റൂർ യൂത്ത് റിട്രീറ്റ് വളരെ വളരെ ശ്രദ്ധേയമായൊരു ധ്യാന ശുശ്രൂഷയാണ്. ആ യുവജന ശുശ്രൂഷയെ ഇത്രമാത്രം ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താ? എനിക്ക് മനസ്സിലായത് യുവജനങ്ങൾ ഒരുപാട് നന്മ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓരോ യുവതി ഒരു യഥാർത്ഥ വിശുദ്ധനാകാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ചെറുപ്പക്കാർ കുഴപ്പക്കാരാണ്, അവരനുസരിക്കാത്തവരാണ്, ധിക്കാരെന്ന് പറഞ്ഞ് നമ്മൾ അടിസ്ഥാനമില്ലാതെ ലേബൽ കുത്തി മാറ്റി നിർത്തുകയാണ്. പള്ളികളിൽ പോയി ഞാൻ കണ്ടൊക്കെ അങ്ങനെ, അയ്യോ അവർ അടുപ്പിക്കാതെ പ്രശ്നക്കാരാണ്. അങ്ങനെയല്ല, അവർ പ്രശ്നക്കാരല്ല, അവർ വളരെയേറെ നന്മയുള്ളവർ. പക്ഷെ അവർക്ക് ഈശോയുടെ സ്നേഹം അറിയണം. അത് ആ പ്രായത്തിൽ തിരിച്ചറിയാൻ പറഞ്ഞല്ലോ. ഈശോ ആരാന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ അവർ ഈശോയെ വിട്ടുപോവുകയാണ്. അപ്പം ഈശോയുമായുള്ളൊരു, ഞാനിങ്ങനെ പറഞ്ഞു, യു ഹാവ് ടു ഫോൾ ഇൻ ലവ് വിത്ത് ക്രൈസ്റ്റ്. യേശുവുമായൊരു പ്രണയത്തിൽ വീഴണം. അതെ, ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഈശോയായിട്ടുള്ളൊരു പ്രണയത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലേക്ക് പോവുകയല്ല. സൂര്യപ്രകാശം ഉള്ളപ്പോൾ മെഴുകുതിരി വിട്ട ആവശ്യമില്ലല്ലോ. ഇല്ല. ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നേ തീരെ വിശ്വാസമില്ലാതെ വളരെ ലൗകികമായിട്ടാണ് ഞാൻ ജീവിച്ചത്.
പക്ഷേ എബൈഡിലൂടെയാണ് എനിക്ക് ഈശോയെ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അനുഭവിക്കാനും ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് സുവിശേഷ വേല ചെയ്യാനൊക്കെയുള്ള വലിയ പ്രോത്സാഹനം ലഭിച്ചത്. എബൈഡിൽ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുകയുണ്ടായി. അതുവഴി എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഇപ്പോൾ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. ഞാനിവിടെ 2020 എബൈഡ് 71ാമത്തെ ധ്യാനമാണ് കൂടിയത്. ആ ധ്യാനത്തിലൂടെയാണ് എനിക്കിവിടെ പ്രേക്ഷനായിട്ട് നിൽക്കാൻ സാധിച്ചത്. ആ ധ്യാനത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ടോ 1-ാം പ്രമാണത്തിനെതിരായിട്ടായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ധ്യാനം കൂടിയപ്പോഴാണ് ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വരുന്നത്. അതേ പിന്നെയാണ് ഞാനിവിടെ എബൈഡിൻ്റെ ഫോളോ അപ്പ് ആയ നൈറ്റ് വിജിലൂടെ ഹോം മിഷനിലൂടെയാണ് ഞാനിവിടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിലൂടെയാണ് എനിക്ക് ഈശോയെ കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിച്ചത്. ഇപ്പോൾ 1 വർഷക്കാലമായിട്ട് ഞാനിവിടെ എനിക്ക് ഫുൾ ടൈമറായിട്ട് ഇന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. ഞാനൊരു 7.5 വർഷം മുൻപാണ് എബൈഡിലേക്ക് വരുന്നത്. എബൈഡ് കൂടുതൽ മുൻപ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. പേരൻസിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എബൈഡിലേക്ക് വന്നപ്പോഴാണ് ഈശോയുടെ സ്നേഹം എന്താണെന്നും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും പരിശുദ്ധാത്മാവിനെയൊക്കെ അനുഭവിച്ചറിയാൻ സാധിച്ചത്. പിന്നെ എബൈഡിന് ശേഷമുള്ള എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു 360 ഡിഗ്രി ടേണാണ് സംഭവിച്ചത്. ഈശോ എനിക്ക് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാനൊക്കെ ഉള്ള കൃപ തന്നു. ഇപ്പോൾ 7 വർഷമായിട്ട് ഇവിടെ എബൈഡിൽ ഉപ്പാണിച്ചിനോടൊപ്പം ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ ഈശോ എനിക്ക് തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആഴ്ചതോറുമുള്ള നൈറ്റ് വിജിൽ ശുശ്രൂഷയും സെക്കൻഡ് സാറ്റർഡേസ് ഉള്ള പവർ കോൺഫറൻസ് പോലത്തുള്ള പല ശുശ്രൂഷകളും വരികയും അങ്ങനെ ആത്മീയമായിട്ട് ശക്തിപ്പെടാൻ ഈശോ ഒത്തിരി കൃപ തരുന്നുണ്ട്. ഇത് ഈശോ എൻ്റെ ലൈഫിൽ തന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം എനിക്ക് സമ്മാനിച്ച ഒരു ധ്യാനമായിരുന്നു എബൈഡ് എന്നുള്ളത്. ഞാൻ 2014 എബൈഡ് 3 ഞാൻ പങ്കെടുത്തത്. അതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം, പൂർണ്ണമായൊരു ദൈവാനുഭവം. കാരണം അതിനു മുമ്പൊക്കെ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം എനിക്ക് സ്വർഗത്തിലിരിക്കുന്ന ഒരു ഈശോ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ ഈ എബൈഡിലൂടെ ഈശോ ഒരു പേഴ്സണലായിട്ട് എൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ എല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്നതുപോലെ തന്നെ എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ 2014 എബൈഡ് 3 ഞാൻ അറിഞ്ഞത്. കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്നെ മാറ്റി നിർത്തിയാലൊക്കെ ഞാൻ ഒത്തിരി ഇന്ന് സന്തോഷിക്കുന്നു. അച്ഛൻ ഇത്രയും നല്ല തിരക്കിട്ടുള്ള ശുശ്രൂഷകളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും. ഈ സമയങ്ങളിലൊക്കെ അച്ഛന് ശാരീരികമായ അസുഖങ്ങളും വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ പ്രായത്തിലും ഇതെങ്ങനെയായത് ഇതിന് പ്രേരിപ്പിക്കുന്നത്? എനിക്ക് തോന്നിയതേ, ഈ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മളെ എല്ലാ ദിവസവും ബൂസ്റ്റ് ചെയ്യുന്നൊരു ബൂസ്റ്ററായിട്ട് തോന്നിയേക്കണത്. രാവിലെ 1 മണിക്കൂർ തനിച്ച് കർത്താവിൻ്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊരു അനുഭവം. അത് കഴിയുമ്പോൾ നമുക്ക് എവിടെ വലിയൊരു എനർജിയാണ്. പിന്നെ നമുക്ക് ഒന്നും നോട്ടയിൽ പിന്നെ വണ്ടി 100 സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ശരിക്കും ശക്തി സ്രോതസ് അല്ലേ? അത് ഇവിടുത്തെ എബൈഡിലെ യൂത്തിനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി അത്. ധ്യാനം കഴിഞ്ഞ് പോയാലും വീണു പോകാതിരിക്കണോ, ഇത് വേണം. അപ്പൊ അത് എനിക്കും അങ്ങനെ. ഞാനൊരു ദിവസം എന്തെങ്കിലും കാരണം വെച്ച് നടത്തിയില്ല, അന്ന് എന്നെ ഒന്നിനും കൊള്ളിയല്ല. അങ്ങനെ എനിക്ക് അനുഭവപ്പെടാറുള്ളത്. അല്ല, അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥന, അതെ, അത് വ്യക്തിപരമായ പ്രാർത്ഥനയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പുസ്തകമാണ്. അതെ അതെ അതെ. അത് എന്നെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകാൻ. അത് പിള്ളേരും ധ്യാനം കൂടിയ പിള്ളേരും നിലനിൽക്കുന്നതിന്റെ കാരണം അതാണ്. അച്ഛൻ്റെ ആദ്യത്തെ പുസ്തകം രൂപാന്തരപ്പെടുന്ന പ്രാർത്ഥനയായിരുന്നു. അതെ അതെ അതെ. അച്ഛൻ ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? അച്ഛൻ്റെ രചിച്ച ഗാനം ഇവിടെ എപ്പോഴും പാടുന്ന ആരാധിക്കാം യേശുവിനെ കർത്താവായി, ആരാധിക്കാം യേശുവിനെ കർത്താവായി, പാടി പുകഴ്ത്താം യേശുവിനെ കർത്താവായി. അത് ഈ വിഷയം ആണ്. ഞാൻ പാട്ടെഴുത്തുകാരനല്ലെന്നുള്ളതാണ് സത്യം. ഞാൻ വല്ലതും എഴുതി വയ്ക്കും, പിന്നെ നമ്മുടെ ഇവിടുത്തെ പായകരെ അറ്റം മൂലൊക്കെ ചെത്തി വിലക്കുകയും പാട്ടാക്കി അവര് ട്യൂൺ ചെയ്ത് മനോഹരമാക്കും അല്ലേ? മാതാവിനെ കുറിച്ച് പാട്ട് ഈയിടെ എനിക്ക് ഇത്തവണ ഒരു 9 പാട്ട് ചെയ്ത് അതില് മാതാവ് വന്നില്ല. എനിക്ക് സങ്കടമായിപ്പോയി. ഇനി മാതാവിൻ്റെ ഒരു പാട്ടിൽ വെക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്ബുക്ക് കാണാൻ തപ്പിത്തപ്പി ചെന്നപ്പോൾ മാതാവിനെ പറ്റി എഴുതി നല്ലൊരു പാട്ട് കടലാസായിരിക്കുന്നു. അതെടുത്ത് ശരിപ്പെടുത്തി ഈ 2 ദിവസം കൊണ്ട് അത് ട്യൂൺ ചെയ്ത് പാടിയെന്നില്ല പാടിയത്. അതായത് മാതാവിനെ ഏറ്റു പറയുന്നതാണ്. മാതാവ് ദൈവത്തിന്റെ അമ്മയാണ്, മാതാവ് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ്. ഇങ്ങനെ മാതാവിന്റെ അവദാനങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പാട്ട്. എല്ലാം ദൈവകരക. കാരണം ഇതൊന്നും എനിക്ക് എഴുതാൻ അറിയാത്ത ആളാ ഞാൻ.
അച്ഛാ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും മനുഷ്യരിൽ പലരും ഭയങ്കരമായ ആകുലതയിലും നിരാശയിലുമാണ്. അപ്പം അങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷകളിൽ അങ്ങനെ വരുന്ന മനുഷ്യരോട് അച്ഛൻ എന്താണ് അതിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിഹാരം? ഞാനത് ഇന്നത്തെ ആളുകളെയും വിശുദ്ധരെയും തമ്മിൽ താരതമ്യപ്പെടുത്തി ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ പറയുന്ന ദുരിതങ്ങളാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, മറ്റ് ക്ലേശങ്ങളാകട്ടെ, അതിനേക്കാളും അനേകം മടങ്ങ് അധികം ആ വിഷയങ്ങൾ കടന്നുപോയാണ് വിശുദ്ധർ. പക്ഷെ അവർക്കാർക്ക് ഈ ആകുലത ഉത്കണ്ഠയില്ലാതെ അവർ സമാധാനമായിട്ട് പോയി. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ദൈവത്തോടുള്ള അവരുടെ അടുപ്പമാണ് ഈ പ്രതിസന്ധികളെ പരിഹരിക്കാൻ ബലപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും, എന്ത് കുടിക്കും, ഇതിനെ ആകുലപ്പെടേണ്ട. എന്നിട്ട് അവസാനം പറയുന്നതാണ്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യം നിങ്ങളുടെ പിതാവിനെ അറിയാം, സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. പിന്നെ പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പം ഈ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം. അതാണ് അവനെ അസ്വസ്ഥനാക്കുന്നത്. അവനത് തിരിച്ചറിയുന്നില്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 549 കണ്ണി പറയുന്നൊരു കാര്യമുണ്ട്, പ്രബോധനമാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: വിശപ്പ്, അനീതി മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ മോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. ചിലരെ, ഈ ഭൗമിക പ്രശ്നങ്ങളിൽ നിന്ന് ചിലരെ മാത്രം മോചിപ്പിച്ചുള്ള യേശു, എല്ലാവരും മോചിപ്പിച്ചില്ല. അതൊരു അടയാളവുമായിരുന്നു. അടുത്ത ഭാഗത്ത് പറയാ, എന്നാൽ അവിടുന്ന് വന്നത് മനുഷ്യനെ പാപദാസ്യത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഒരു വാചകം കൂടെ ഉണ്ട്: പാപദാസ്യമാണ് മനുഷ്യനെ എല്ലാ പ്രശ്നങ്ങളിലേക്കും വലിച്ചഴയ്ക്കുന്നത്, ഈ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ഭയത്തിലേക്കും. അത് യോശുവയും പറയുന്നു, 3:5 പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊള്ളും. അപ്പോൾ ഈ ഒരു ആന്തരികമായ വിടുതൽ, യഥാർത്ഥമായ മാനസാന്തരം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ നോക്കുന്ന വേറെ ഈ കണ്ണിലൂടെ ആയിരിക്കും. അത് നമ്മളെ അലട്ടുകയില്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു കയറി പോകാൻ പറ്റും. ശരിക്കും ദൈവത്തോടുള്ളൊരു ബന്ധം സ്ട്രോങ് ആയാൽ പ്രശ്നം പരിഹരിച്ചു. അത് ആദിമാതാപിതാക്കന്മാരുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ. ദൈവത്തോടുള്ള ബന്ധം അറ്റപ്പോഴാണ് ഇവിടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, മക്കളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ദൈവത്തോടടുത്ത് വരിക, അപ്പോൾ ദൈവം തന്നെ ഇതെല്ലാം ഏറ്റെടുത്തുകൊള്ളും. അപ്പൊ ശരിക്കും ഒരു ടെക്നിക്കോ തെറാപ്പിയോ ഒന്നുമല്ല, കർത്താവിനോട് അടുക്കുക, അത് മാത്രം. അതാണ് ശാശ്വതമായ മാർഗം. മറ്റതൊക്കെ സൂത്രങ്ങളാണ്. അത് ചിലപ്പോൾ നിലനിൽക്കില്ല. അപ്പൊ ദൈവബന്ധത്തിൽ ആഴപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിഹാരം. ആണല്ലോ ധ്യാനത്തിൽ ലക്ഷ്യം. മാനസാന്തരപ്പെടുത്തുക. ഈശോ പ്രസംഗിച്ച അതല്ലേ. ഈശോ ഒറ്റ കാര്യം പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കും. ഒരു കാര്യം കൂടി, ഈ യുവജന ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട്, ഈ കഴിഞ്ഞിടയ്ക്കൊരു പുസ്തകം ശ്രദ്ധിച്ചപ്പോൾ, ആൻഷ്യസ് ജനറേഷൻ എന്ന് പറയുന്ന ജോനാഥ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത് 2000-ന് ശേഷം ജനിച്ച എല്ലാ കുട്ടികൾക്കും ഒരു അവയവം കൂടുതലാണ്, മൊബൈലാണെന്നാണ് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ യുവജനങ്ങളെ കാണുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ധാർമ്മിക അധപ്പതനം ഏത് തരത്തിലാണ്, അവരുടെ വാല്യൂസിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് അതിനൊരു പരിഹാരമായിട്ട് അച്ഛൻ പറയുന്നത്? ഈ മൊബൈൽ തന്നെ നമുക്ക് സംസാരിക്കാൻ വിഷയമാക്കാവുന്നതാണ്. ഈയിടെ ഒരു പെൺകുട്ടി പറഞ്ഞ സാക്ഷ്യത വിശ്വസിക്കാൻ പറ്റിയില്ല. ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞ ബൈബിളിൽ 22 മണിക്കൂറാണ് ഒരു ദിവസം മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നത്. കോളേജിൽ പോവുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല, കുളിക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല. 22 മണിക്കൂർ ഡെയിലി. അവസാനം അപ്പം വന്ന് തല്ലി ചതയ്ക്കുമ്പോൾ 2 മണിക്കൂർ കിടന്നു വന്നു. അവൾ ഫസ്റ്റ് ഡേയിൽ തന്നെ എഴുന്നേറ്റെന്ന് പറയാണ്, ഈശോ എന്നെ മോചിപ്പിച്ചു, എനിക്കിത് ആവശ്യമില്ല, എനിക്കൊരു ഫോൺ മിഞ്ഞ് വേണ്ട. ഇപ്പോൾ സൂര്യപ്രകാശം ഉള്ളപ്പോൾ നമ്മൾ മെഴുകുതിരി വെട്ടം തപ്പിപ്പോവുകയില്ല. യഥാർത്ഥമായ സന്തോഷം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് താല്പര്യം വരികയില്ല. അതുകൊണ്ട് ഇതിൻ്റെ അടിമകളായിരുന്നവർ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കിത് പൗലോസപ്പോസ്തലൻ പറഞ്ഞ എല്ലാം ഉച്ഛിഷ്ടമായി തോന്നുകയാണ് ചെയ്യും. അത് ഒരു നോർമൽ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെങ്ങനെ മാറ്റം വന്നു, എങ്ങനെ പറ്റില്ല? കർത്താവ് എടുത്ത് കളഞ്ഞു. കാരണം കർത്താവ് ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആനന്ദമായി മാറിയപ്പോൾ വേറെ സന്തോഷങ്ങൾക്ക് മാർഗങ്ങൾ ആവശ്യമില്ല. അതെ.
അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നു. ഓട്ടോമാറ്റിക് അല്ല, ദൈവം ഇടപെടുന്നതുകൊണ്ടാണ്. അതൊരു വലിയ അത്ഭുതമല്ലേ. അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾ ഉം. ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് വ്യാപിച്ചിട്ട് ഒന്നാണ് സ്നേഹബന്ധങ്ങൾ. ഫ്രണ്ട്ഷിപ്പ് മനുഷ്യന് ആവശ്യം, പക്ഷെ പല സ്നേഹബന്ധങ്ങളും നെഗറ്റീവായിട്ടാണ് മാറുന്നത്, തെറ്റായ സ്നേഹബന്ധങ്ങൾ അങ്ങോട്ടാ പോകുന്നത്. അതിന് ഉദാഹരണം തന്നെ ഈശോ പറഞ്ഞില്ലേ, ഫലത്തിൽ വൃക്ഷത്തെ അറിയാം. മാതാപിതാക്കൾ ഉണ്ടായിരുന്ന ഒരു നിഷ്കളങ്കമായ ബന്ധമുണ്ടല്ലോ, അത് ക്ലോസ് ആയി പോകും. പിന്നെ എല്ലാം ഏച്ചു കിട്ടുന്ന പോലെ ആയിപ്പോകും. തന്നോട് തന്നെയുള്ള ബന്ധത്തിലും വലിയ വീഴ്ച വരികയാണ്. ഇവരെല്ലാം ടെൻഷനിലേക്കാണ് പോകുന്നത്. ശരിക്കും ഒരു പാപമാണ്. ടെൻഷനിലേക്കാണ് പോകുന്നത്. കാരണം അതിൽ നോക്കി സമാധാനം ഇല്ല, ഇവർക്ക് ആർക്കും സമാധാനം ഇല്ല. നേരെ മറിച്ച് ഇതിൽ നിന്ന് മോചിതരായി കഴിയുമ്പോൾ അവർ തുള്ളിച്ചാടുകയാണ്. ഈശോ പറയുന്നത്, സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങൾ സ്വതന്ത്രം. അതുകൊണ്ടാണല്ലോ അവർ നിലനിൽക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ യൂത്ത് മിനിസ്ട്രി ഒരു ലീഡേഴ്സിന്റെ പല ഗ്രൂപ്പുകളില്ല. അതെ അതെ, അപ്പൊ അത് അതിൽ നിലനിൽക്കുന്നു അതെ. അടയാളമല്ല. അതിന്റെ സാക്ഷ്യം തന്നെയാവും. ഇവിടുത്തെ യൂത്ത് ശുശ്രൂഷകളിൽ അവരല്ലേ സഹായിക്കുന്നത്? അവരുടെ സഹായം ഇല്ല, ഇവിടെ ഒന്നുമില്ല. യൂത്ത് ശുശ്രൂഷ മാത്രമല്ല, ഈ ധ്യാനകേന്ദ്രം പൂട്ടേണ്ടി വരും അവരില്ലെങ്കിൽ. ആണല്ലേ. സകല ഏറ്റവും ദിവസമായിട്ട് സ്വന്തം വീട്ടിലെ കാര്യത്തെക്കാളും താല്പര്യത്തോടെയാണ്, വിവേകത്തോടെ ഈ മക്കള് ഇത് പ്രവർത്തിക്കണം. നമ്മളെ കണ്ണു നിറഞ്ഞു പോകും. അപ്പൊ അത് ശരിക്കും അവർക്കൊരു വിടുതൽ, ഒരു അവർ ശരിക്കും ആഴത്തിൽ വളർന്നു കർത്താവിൽ. ഇപ്പൊ ഇവിടുത്തെ തന്നെ ഈ ധ്യാനകേന്ദ്രത്തിലെ എല്ലാ കാര്യം എടുത്ത് പുറകോട്ട് നോക്കുമ്പോൾ ഒന്നും മുൻകൂട്ടി ആഗ്രഹമായിട്ട് വന്നിട്ടില്ല, പ്ലാനായിട്ടും വന്നിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് സമയം ദൈവം തന്നെ അത് ഒരുക്കി കൊണ്ടുവന്ന് ഇങ്ങനെ ക്രമീകരിച്ചു പോകും. അപ്പൊ ഉറപ്പായിട്ടും അച്ഛന് പറയാൻ പറ്റും, ഞാനൊന്നും ചെയ്തില്ല, എല്ലാം ഷുവറായിട്ട്. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ എന്തായിരിക്കും ദൈവകൃപയാലാണെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അച്ഛാ, വളരെ സന്തോഷം. കുറേ അധികം നേരം അച്ഛനോട് വർത്തമാനം പറയാൻ കഴിഞ്ഞു. നമ്മളെ കാണുന്ന ഷാലോം പ്രേക്ഷകരോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? എനിക്ക് ഷാലോമിനെ പറ്റി തന്നെ വലിയ സന്തോഷമാണ്. കാരണം ലോകം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കാൻ എത്ര അത്ഭുതകരമായിട്ടാണ് ഈ ശുശ്രൂഷ ദൈവം ഉപയോഗിച്ചത്. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്ന എത്രയോ മാതാപിതാക്കൾ, പ്രായമായവരൊക്കെയാണ് പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നത്, വിശുദ്ധകുർബാനയിൽ പങ്കെടുക്കുന്നത്, ജപമാല അർപ്പിക്കുന്നത്. ആത്മീയ മേഖലയിൽ അവരെ പിടിച്ചു നിർത്താൻ ശലോം ചെയ്തിരിക്കുന്നത് മഹാ അത്ഭുതകരമായ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ശലോമിൽ എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി അറിയാണ്. അതുപോലെ ബോണിയോട് എനിക്ക് ഒരുപാട് സ്നേഹവും ബന്ധവും കടപ്പാടുമുണ്ട്. കാരണം ഒരു 10-30 കൊല്ലത്തിങ്ങൾക്കിടയിൽ ആത്മായ ശുശ്രൂഷകരായിട്ട് വളർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ബോണി. കാരണം കർത്താവിനോടും അവിടുത്തെ സഭയോടും പൂർണ്ണ വിശ്വസ്ത പാലിച്ച് നിസ്വാർത്ഥമായി സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി കുടുംബജീവിതത്തിൻ്റെ എല്ലാ പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ, ജോലിയുടെ എല്ലാ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ജോണി സമയം കണ്ടെത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് എനിക്ക് ബോണിയോടുള്ള. താങ്ക് യു അച്ഛൻ, താങ്ക് യു. പ്രിയമുള്ളവരെ, ഇത്രയും നേരം പണീഷ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് അച്ഛൻ്റെ കൂടെ ആയിരുന്നത്. 19ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യം കൂടിയ യുവജനധ്യാനം അച്ഛൻ്റെ ധ്യാനമാണ്. 5 ദിവസത്തോ ആ ധ്യാനത്തിൽ അച്ഛൻ്റെ മുമ്പിലിരുന്ന ഒരു കൊച്ചു യുവാവായിരുന്നു ഞാൻ. അതാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം. ഇന്നിപ്പോൾ അച്ഛനോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിലും ഈ സമയത്ത് അച്ഛൻ്റെ കൂടെ ആയിരുന്ന അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ചില ഏടുകൾ അച്ഛനോടൊപ്പം കേൾക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ഈ സമയം ഷാലോം ടി വിക്ക് വേണ്ടി ഈ സമയം നൽകിയതിന് ഉപ്പാണിയച്ഛന് എല്ലാവരുടെയും പേരും സ്നേഹത്തോടെ നന്ദി.